അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഷഅബാൻ 30. നാളെ ഇൻഷാ അല്ലാഹ് റമളാൻ 1. അൽഹംദുലില്ലാ, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ട്. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ നീ റമളാനിൽ എത്തിക്കണമേ. ഇന്നും ഇന്നലെ അടക്കം പത്രമാധ്യമങ്ങളിൽ ചരമകോളങ്ങളിൽ നോക്കിയാൽ അനവധി പേര് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അതായത് അവർക്കൊന്നും ആ പ്രാർത്ഥനയുടെ കബൂലിയത്ത് ഉണ്ടായിട്ടില്ല. അവർ റമളാനിൽ എത്തിയിട്ടില്ല. നമുക്ക് അൽഹംദുലില്ലാ റമളാനിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഇന്ന് ഒന്നാമത്തെ നോമ്പ് എടുത്തു കഴിഞ്ഞിട്ടുമുണ്ട്. നാം ഇനി നോമ്പിലൂടെ സഞ്ചരിക്കുകയാണ്. ഖിറാഅത്തുകൾ നടത്തിക്കൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, ഖുർആൻ മനനം ചെയ്തുകൊണ്ട്, കാണാതെ പഠിച്ചുകൊണ്ട് നാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തെ ധന്യമാക്കാൻ പോവുകയാണ്. അതേപോലെ നാം നമ്മാൽ സാധിക്കുന്ന വിധത്തിൽ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട്, നാം സദഖ ചെയ്തുകൊണ്ട്, ഹദിയ ചെയ്തുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നാം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി നമസ്കാരങ്ങളും തഹജ്ജുദ് പോലുള്ള കർമ്മങ്ങളുമൊക്കെ നാം പതിവാക്കാൻ പോവുകയാണ്. എഴുത്തിക്കാപ്പെടുത്തുകൊണ്ട് നാം അള്ളാഹുവിനെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുകയാണ്. ഒരു കാരണവശാലും അള്ളാഹു പറഞ്ഞതല്ലാത്ത മറ്റൊന്നും ഇനി നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിൽ എല്ലാം നാം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പ്രഭു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അനാവശ്യമായ വാക്കും അനാവശ്യമായ സംസാരവും ഒന്നും ഉൾപ്പെടാതെ നമുക്ക് ഈ നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എന്നാലും ഒരുപക്ഷെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നുപോയി എന്ന് വരാം. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി തുഹ്റത്തൻ ലിസ്വായിമി മിനൽ ലഗ്വി വറഫതി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. റമളാൻ കഴിഞ്ഞ ഉടനെ അത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ഉൾപ്പെടുമ്പോഴേ നമ്മുടെ നോമ്പ് പൂർണ്ണമാകുന്നുള്ളൂ. അതുകൂടി നാം ഉൾപ്പെടുത്തുക. റബ്ബ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.